എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ റോസാച്ചെടിയിൽ നല്ലവണ്ണം കട്ട കുത്തി പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ്. ധാരാളം മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മണ്ണ് ഏത് ചെടിച്ചട്ടിയിലെ മണ്ണാണെങ്കിലും നല്ല ഇളക്കമുള്ള മണ്ണാക്കി തീർക്കുന്നു. നമ്മുടെ ചെടിച്ചട്ടിയിലെ മണ്ണൊക്കെ ഇളക്കമുള്ള മണ്ണായാൽ മാത്രമേ നല്ലവണ്ണം വേരോട്ടം നടക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വളം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. 15 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ. നമ്മുടെ റോസാച്ചെടിയിലൊക്കെ പ്രത്യേകിച്ച് നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ബഡ് റോസുകളിലൊക്കെ ധാരാളം പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരുപാട് ഫെർട്ടിലൈസറൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് അതുപോലൊക്കെ ചെയ്ത് കൊടുക്കാൻ മറക്കല്ല കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ നേഴ്സറി റോസുകൾ പൂക്കാനായിട്ട് നല്ലവണ്ണം പൂക്കാനായിട്ട് നമ്മൾ ആ റോസയെ ഒരു കുഞ്ഞുങ്ങളെ പരിചരിക്കുന്ന പോലെ പരിചരിച്ചാൽ മാത്രമേ നിറയെ പൂക്കൾ കിട്ടത്തുള്ളൂ. അപ്പം നമ്മുടെ റോസയിലൊക്കെ പൂക്കൾ വരുന്നുണ്ട്, നിറയെ പൂക്കൾ വരുന്നുണ്ട്. നമ്മൾ പിന്നെയും പ്രൂൺ ചെയ്ത് കൊടുക്കും. അതിലെല്ലാം നിറയെ മുട്ടുകളും പൂക്കളും ഒക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വളം കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. അതായത് നമ്മുടെ ഹ്യൂമിക് ആസിഡാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ഇത് 2-3 പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ്. നല്ല അറിയാൻ മേലത്രപ്പോഴും ഒന്നുകൂടെ കാണിക്കുന്നത്. കാരണം ഞാൻ ഇന്ന് ഇതാണ് കൊടുക്കുന്നത്. ആ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാന്ന് വെച്ചാൽ ഒന്നുകൂടെ ഒന്ന് ഷെയർ ചെയ്യാന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത് കേട്ടോ. ഹ്യൂമിക് ആസിഡ് ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഈ ഒരു ഹ്യൂമിക് ആസിഡ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ലയിപ്പിച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ കുറേ പേര് എന്നോട് പറഞ്ഞു ഈ ഹ്യൂമിക് ആസിഡ് വെള്ളത്തിൽ ലയിച്ച് കൊടുക്കുന്നതല്ല, പൗഡർ മറ്റേ മണ്ണിൽ മിക്സ് ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് അന്ന് ഇത് കിട്ടിയിരുന്നു. ഇപ്പോൾ അത് പക്ഷേ എന്താ അവൈലബിൾ അല്ല. മണ്ണിൽ പോട്ടി മിക്സായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ അതിൻ്റെ അനുസരിച്ച് ആ പാക്കറ്റിൻ്റെ പുറത്ത് എഴുതിയേക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് നല്ല റിസൾട്ടാണ്. ഇത് നമുക്ക് പെട്ടെന്ന് വെള്ളത്തിൽ അരിയുകയും ചെയ്യും. ഒരു 1/4 ടീസ്പൂൺ മാത്രം മതി. ഇത് 1 ലിറ്റർ വെള്ളത്തിന് 1/4 ടീസ്പൂൺ മതി കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചേർക്കുന്നത്. ആദ്യം നമ്മളത് ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അല്ലെങ്കിൽ ഈ അടിയിൽ ഇങ്ങനെ അടിഞ്ഞ പോലെ കിടക്കും. ഒരു ചെറിയൊരു വഴുവഴുപ്പ് പോലെ ഉണ്ട് ഇതിന്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പം ഞാനത് ഒരു ഏകദേശം ഒരു ബക്കറ്റ് നിറച്ച് ഒരു 14 ലിറ്റർ വെള്ളത്തിലേക്കുണ്ട് കലക്കുന്നത്. 1/4 ടീസ്പൂൺ 1 ലിറ്റർ വെച്ച്, അതായത് 1/4 ടീസ്പൂണിന് 1 ലിറ്റർ വെള്ളമാണ് വേണ്ടത്. അങ്ങനെ 14 ലിറ്റർ വെള്ളത്തിലേക്കുള്ള ഹ്യൂമിക് ആസിഡാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആദ്യം കുറച്ച് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം കുറച്ച് കൂടുതൽ പൗഡർ ഇട്ടതുകൊണ്ട് തന്നെ ഇത് അടിയിൽ ഇങ്ങനെ അടിഞ്ഞു കിടക്കും. അതുകൊണ്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്തെങ്കിലും കപ്പിട്ട് ഇളകുന്നില്ല, നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടിയിലെ പൗഡർ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി നല്ലവണ്ണം ഇളക്കി കൊടുത്താൽ മാത്രമേ ഇത് നല്ലതായിട്ട് ലയിക്കത്തുള്ളൂ. പെട്ടെന്ന് വെള്ളത്തിൽ ലയിക്കും, പക്ഷേ പറ്റി പിടിച്ച ഒരു വഴുവഴുപ്പുള്ള ഒരു ഇതുപോലെയാണ്. അപ്പോൾ ഒരു പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കേണ്ട അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അടിയിലെല്ലാം കട്ട പിടിച്ചിരിക്കുന്നത് മൂലം അടിയിലത്തെ ഏറ്റവും അടിയിൽ വരുമ്പോൾ നമ്മുടെ ചെടികൾക്ക് നമുക്ക് കൂടുതൽ വേണ്ട, ഒരു കറക്റ്റ് അളവിൽ മാത്രമേ നമ്മൾ കൊടുക്കാവുള്ളൂ. കൂടിപ്പോയാലും കുഴപ്പമാണ്. അപ്പം ഞാൻ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതുപോലെ നല്ലവണ്ണം നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. ചെറിയൊരു വഴുവഴുപ്പ് പോലുണ്ട്. ബാക്കി ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുന്നത് 14 ലിറ്റർ വെള്ളമാണ്. അതിനനുസരിച്ച് ഒരു 1/4 ടീസ്പൂണ് 1 ലിറ്റർ വെള്ളം എന്ന കണക്കിൽ 14 ലിറ്റർ വെള്ളത്തിലേക്കുള്ള അളവിനുള്ള പൗഡർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വളത്തിന് ധാരാളം മൈക്രോ ന്യൂട്രിയൻസ്, അതായത് ഹ്യൂമിക് ആസിഡ് ധാരാളം മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾക്ക് വേണ്ട എല്ലാ ഘടകങ്ങളും ഇതിനകത്ത് തന്നെ ഉണ്ട്. 15 ദിവസം കൂടുമ്പോൾ ഇത് മസ്റ്റായിട്ട് കൊടുക്കണം. കാരണം ഓരോ വളം ആദ്യം നമ്മൾ ജൈവവളം കൊടുത്തു, അതിനുശേഷം നമ്മൾ രാസവളം കൊടുക്കണം. രാസവളം കൊടുത്തിട്ട് 15 ദിവസം കഴിഞ്ഞിട്ട് ഈ ഒരു വളം നമുക്ക് കൊടുക്കാം. ഈ ഒരു ഹ്യൂമിക് ആസിഡ് നമുക്ക് കൊടുക്കാം. ഹ്യൂമിക് ആസിഡ് കൊടുക്കുന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ മണ്ണ് നല്ലതായിട്ട് ഇളക്കമുള്ള മണ്ണാക്കി മാറ്റും. അതുകൂടാതെ ഉറച്ച മണ്ണൊക്കെ ആണെങ്കിൽ നല്ല ഇളക്കമുള്ള മണ്ണാക്കി വരും. നമുക്ക് ഈ ചൂട് സമയത്ത് വേനൽക്കാല സമയത്തൊക്കെ മണ്ണൊക്കെ പെട്ടെന്ന് ഉറച്ചു പോകും അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ്. നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. ഈ മുരടിച്ച് നിൽക്കുന്ന ചെടിയൊക്കെ ആണെങ്കിൽ പോലും പുതിയ തളിർപ്പുകളൊക്കെ പെട്ടെന്നുണ്ടാകും. മുരടിപ്പൊക്കെ പെട്ടെന്ന് മാറാൻ സാധിക്കുന്നതോട് നല്ലൊരു ഫെർട്ടിലൈസറാണ്. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പൗഡർ രൂപത്തിലുള്ള ആളോ ലിക്വിഡ് രൂപത്തിലുള്ള ആളോ ഒക്കെ അതിൻ്റെ അനുസരിച്ചുള്ള കറക്റ്റ് അളവിൽ അത് ചെയ്ത് കൊടുക്കേണ്ട എങ്ങനെയാണെന്ന് നോക്കി ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. എനിക്ക് ഈ ഒരു വെള്ളത്തിൽ കലക്കി കൊടുക്കുന്ന സൈസുള്ള ഹ്യൂമിക് ആസിഡാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങളത് ഓൺലൈനിൽ നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കുക. ഇല്ലെങ്കിൽ പോട്ടി മിക്സിൽ മിക്സ് ചെയ്യുന്നതാണെങ്കിലും ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ എൻ്റെ ബോഗൺവില്ലേക്കും കൊടുത്തു. അതിൻ്റെ ചോട്ടിലെ കാടും പുല്ലും ഒക്കെ പറിച്ച് കളഞ്ഞിട്ട് ബോഗൺവില്ലേക്കും കൊടുക്കുന്നുണ്ട്. എല്ലാ ചെടികൾക്കും ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ പണി ഇതായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. നല്ല റിസൾട്ട്